ഹലോ വീവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് കുക്കിംഗ് വേൾഡ്. എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ചോക്ലേറ്റിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: സൈഡ് കട്ട് ചെയ്ത 7 സ്ലൈസ് ബ്രെഡ്, 1/2 കപ്പ് മിക്സ്ഡ് ഫ്രൂട്ട് ജാം, 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, പഞ്ചസാര 1/2 കപ്പ്, 1/2 കപ്പ് കൊക്കോ പൗഡർ. ഇതില്ലെങ്കിൽ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ 1 പാക്കറ്റ് പൊട്ടിച്ച് അത് പൊടിച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം ചേർത്ത് ഈ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡ് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം, ഒരു 5 മിനിറ്റോളം വേണം. നന്നായിട്ട് ജാമും ബ്രെഡും നന്നായിട്ട് പിടിക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കുക. ഇനി നമുക്കിതിന് വേണ്ട ചോക്ലേറ്റ് സോസ് തയ്യാറാക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം, മൈദ ചേർക്കാം, പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ആ 1 കപ്പ് പാലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം പോലും കട്ടയുണ്ടാകാൻ പാടില്ല. വിസ്ക് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാൻ 1 പിഞ്ച് സോൾട്ട് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് കുറുകി കുറുകി വരും. കൊക്കോ പൗഡർ ഇല്ലാത്തവർക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് പാലിൽ മിക്സ് ചെയ്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചോക്ലേറ്റ് സോസ് ഏകദേശം റെഡിയായി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് ചെറു ചൂടോടെ തന്നെ മാറ്റി വെച്ചേക്കുന്ന 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിൽ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഈ ചോക്ലേറ്റ് സോസ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാനും ഇത് യൂസ് ചെയ്യാം. നമുക്കിത് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരാഴ്ച വരെ ഇത് കേടാവാതെ ഇരിക്കും. നമ്മുടെ ചോക്ലേറ്റ് സോസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ജാം ബോൾസ് ഓരോന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലായിടവും അതിൻ്റെ ചോക്ലേറ്റ് എത്തുന്ന രീതിയിൽ വേണം നമുക്ക് ഇത് എടുക്കാം. ഞാൻ ചോക്ലേറ്റ് സോസ് ഒരു 30 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ചാണ് തണുപ്പിച്ചത്. നിങ്ങൾക്കിത് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് അത് തയ്യാറായി കിട്ടും. എല്ലാ ബോൾസും റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് തണുക്കാനായി നമുക്ക് ഒരു 4 മണിക്കൂർ ഫ്രീസറിലേക്ക് വയ്ക്കാം. നമ്മുടെ ചോക്ലേറ്റ് ബൗൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി സെറ്റായി വന്നിട്ടുണ്ടത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ചോക്ലേറ്റ് തയ്യാറാക്കണമെങ്കിൽ ഉറപ്പായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. അതിനകത്തുള്ള ഫില്ലിംഗ് കണ്ടില്ലേ, എന്ത് രസമാണ്. നമ്മുടെ കുട്ടികൾക്കിത് തീർച്ചയായും ഇഷ്ടമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.